Hi parents, this is your speech therapist Febin Joseph. നമ്മളോട് പല ഡോക്ടേഴ്സും പല പ്രൊഫഷണൽസും പറഞ്ഞിട്ടുണ്ടാവും ഏർലി ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഏർലി തെറപ്പി ഇസ് ദ കീ എന്നൊക്കെ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിസർച്ച് ആർട്ടിക്കിളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1999 ബൈ സാലി വാട്ടർ. ഇൻ ദാറ്റ് സ്റ്റഡി 122 കുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉള്ള കുട്ടികൾ. അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 10.6 months ആണ്. ഒരു വയസ്സ് പോലും ആയിട്ടില്ല. എന്നിട്ട് ആ കുട്ടികളെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഫസ്റ്റ് ഗ്രൂപ്പിൽ പ്രോപ്പർ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തെറപ്പിയും പാരന്റ് ഗൈഡൻസ് ഒക്കെ കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പിൽ അങ്ങനെയൊന്നും കൊടുത്തില്ല. ആഫ്റ്റർ 3 years, ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴേക്കും അവരെ വീണ്ടും അസസ്മെന്റ് ചെയ്തു. അപ്പോൾ അസസ്മെന്റ് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ ഗ്രൂപ്പ്, അതായത് തെറപ്പി കിട്ടിയ ഗ്രൂപ്പിൽ only 5% ഓഫ് കുട്ടികൾക്ക് മാത്രമേ വീണ്ടും സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിയുടെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. അതേ സമയത്ത് രണ്ടാമത്തെ ഗ്രൂപ്പ്, ഒരു തെറപ്പിയും കിട്ടാത്ത ഗ്രൂപ്പിന് 85% ഓഫ് കുട്ടികൾക്ക് വീണ്ടും വേണ്ടി വന്നു. ആ ഒരു ഡിഫറൻസ് ആണ്. ഈ സ്റ്റഡി കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. ഏർലി ഇന്റർവെൻഷൻ കിട്ടിയതിന്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും. ആൻഡ് ഓൾസോ സം ഓഫ് യു മൈറ്റ് ഹാവ് തിങ്കിങ് വൈ 1999 സ്റ്റഡി. സോ മെനി സ്റ്റഡീസ് ആർ ദർ, റീസെന്റ് സ്റ്റഡീസ് ഉണ്ട്. ഞാനത് 1999 തന്നെ സെലക്ട് ചെയ്തതിന് കാരണം വെച്ചാൽ ബിഫോർ 2 decades ഇങ്ങനത്തെ സ്റ്റഡീസ് ഇവർ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. ഞാനിത് സെലക്ട് ചെയ്തതെന്നുള്ളൂ. നമ്മൾ കുറെ അവയർനെസിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പലർക്കും ഇത് അറിയാതെ പോയത്. ഏർലി ഇന്റർവെൻഷൻ ആൻഡ് ഏർലി തെറപ്പി ഈസ് ആക്ച്വലി ദ കീ.